Hi guys, welcome back. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സാംസങ് M32 എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തത്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സാംസങ് എന്ന ഫോൺ കമ്പനികളിൽ നിന്ന് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ചൊരു ഫ്യൂച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളിലും നമ്മൾ 60 ഹെർട്സിൻ്റെ അല്ലെങ്കിൽ നോർമൽ ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റിൽ കാണാറുള്ളത്. എന്നാൽ ഈ ഒരു ഫോണിൽ 90 ഹെർട്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 411 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയാണ് ബോഡി കൊടുത്തിട്ടുള്ളത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ബെസൽലെസ് നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതും മികച്ച ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് സ്പെക്ക് എന്ന് പറയുന്നത് കോഡിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് മികച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ അങ്ങനെ സാംസങ് ഫോണുകളിൽ ചിലപ്പോഴാണ് കാണാറുള്ളത്. എന്നാൽ മികച്ചൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഇത് ഉണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അങ്ങനെ കാണാറില്ല. എന്നാലും ഈ ഒരു ഫോണിൽ ഇത് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ നമുക്ക് 800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് ഇതിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസ്പ്ലേയുടെ കാര്യം വരുന്നത്. ഏതായാലും ഒരു സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡിസൈൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം 196 ഗ്രാം വെയിറ്റോട് കൂടി 9.7 mm തിക്നെസ്സോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. പ്ലാസ്റ്റിക് ബിൽഡും പ്ലാസ്റ്റിക് മെറ്റീരിയലുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് 2 കളർ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. ഒന്ന് ബ്ലാക്കും മറ്റൊന്ന് ലൈറ്റ് ബ്ലൂ എന്നീ 2 കളർ വേരിയൻ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയും മറ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു ഡിസ്പ്ലേയും മറ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ യാതൊരുവിധ ഇഷ്യൂസും ഇല്ലാതെ നല്ലൊരു പവർഫുൾ അല്ലെങ്കിൽ നല്ലൊരു മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്നൊരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഒക്ടാകോർ ചിപ്സെറ്റാണ്. 12 nm പ്രൊസസ്സറാണ്. മാലി G52 MC2 ആണ് ഇതിൻ്റെ GPU വരുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ല മികച്ച ഒരു ചിപ്സെറ്റ് തന്നെയാണ്. ഗെയിമിംഗ് ചിപ്സെറ്റ് ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ കാരണം ഇത് 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന പ്രൊസസ്സറാണ്. എങ്കിലും ബാക്കി സ്പെക്കൊക്കെ നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. ചിപ്സെറ്റിൻ്റെ ഭാഗത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ലൊരു പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ് G80 എന്ന് പറയുന്ന ചിപ്സെറ്റ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയ One UI 3.1 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു UI തന്നെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിലും നല്ലൊരു പവർഫുൾ പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ ഒരു f1.8 വരുന്ന ഒരു വൈഡ് ആംഗിളും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിളും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിൽ 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 20 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിലും നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ബേസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് കിട്ടാവുന്ന ഒരു മികച്ച ഒരു സാംസങ് ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഇത് നമുക്ക് ചിലപ്പോൾ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ക്യാമറ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. കാരണം അത്രക്കും മികച്ച ഒരു സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റിയൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ഇത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ ഒരു മികച്ച ഒരു ക്യാമറ തന്നെയാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ അതിൽ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള 6000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 50 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടി Type-C പോർട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്തും അങ്ങനെ ഒരു മികച്ച ഒരു ബാറ്ററി തന്നെയാണ്. യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നല്ലൊരു പവർഫുൾ ബാറ്ററി സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും മികച്ച ഒരു ബാറ്ററി തന്നെയാണ് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്.
ഇതിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. 4GB 64GB എന്നൊരു ബേസ് വേരിയൻറ്റും 6GB 128GB എന്ന മറ്റൊരു വേരിയൻറ്റുമാണ്. അതുപോലെ തന്നെ eMMC 5.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ടും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ല മികച്ച ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 4GB 64GB എന്ന ബേസ് വേരിയൻറ്റിന് 14,999 രൂപയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 6GB 128GB എന്നൊരു വേരിയൻറ്റിന് 16,999 രൂപയാണ്. ഇത് നിങ്ങൾക്ക് ആമസോണിലും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സ്റ്റോറിലും ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മികച്ച ഒരു സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് ഇറക്കിയിട്ടുള്ള ഫോണാണ്. സാധാരണ ഇങ്ങനെ ഇറക്കാറുള്ള ഫോണുകളൊന്നും വളരെ മികച്ച ഒരു ലോ സെറ്റപ്പാണ് കൊടുക്കാറുള്ളത്. എന്നാൽ ഇതിൽ ഒരു മികച്ച ഒരു സെറ്റപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു മികച്ച ഒരു സാംസങ് ഫോൺ, അല്ലെങ്കിൽ ഇതിന് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു സാംസങ് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിന് റീസെൻ്റ് ആയിട്ട് കുറച്ച് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 10, റെഡ്മി നോട്ട് 10 Pro, അതുപോലെ തന്നെ പോക്കോ M3 Pro 5G അതൊക്കെ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ലെവലിലായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു സ്പെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.